ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 2 ഏക്കർ നല്ല നിരന്ന പറമ്പാണ്. പറമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിയാതത്തിലൊക്കെ നിലമാണ് വരുന്നത്. പക്ഷെ തരം മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2 ഏക്കർ സ്ഥലമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ കണ്ടില്ല, അതാ ഈ റോഡ് ഫ്രണ്ട് കാറൊക്കെ പോകുന്നുണ്ടല്ലേ, റോഡ് ഫ്രണ്ടേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇതുപോലുള്ള ചാലുകളുണ്ട് കേട്ടോ. വെള്ളം കെട്ടി കിടക്കുന്ന ചാലുകൾ ഇങ്ങനെയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നല്ല പറമ്പ് മഴത്തിന് കണ്ടില്ലതാ ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണുള്ളത്. കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്തണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊരു വെള്ളത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കയറും. അപ്പം വെള്ളം കയറുന്നത് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ തുറന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് മണ്ണിട്ടിട്ട് പൊക്കണം. ഒന്നൊരു പൊക്കിയിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ സെൻറ്റിന് 5 ലക്ഷം 6 ലക്ഷം രൂപ വിലയുള്ള ഏരിയ. മെയിൻ റോഡ് ഫ്രണ്ടേജിൽ 4 ലക്ഷം 5 ലക്ഷം രൂപ വിലയുള്ള ഏരിയ. നിങ്ങൾക്കിവിടെ വന്ന് അന്വേഷിക്കാൻ പറ്റും. ഇതിപ്പോൾ തരം മാറ്റി എന്നാണ് പറയുന്നത്. 2 ഏക്കർ സ്ഥലമുണ്ട്. കോഴിക്കോട് ചെലപ്പുറം, അതായത് കോഴിക്കോട് നിന്ന് കുമാരസ്വാമിന്ന് ചെലപ്പുറത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് ഉള്ളത്. ഈ പ്ലോട്ടിൻ്റെ 4 ഭാഗത്തും ഫുള്ള് മതിൽ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കണ്ടില്ലതാ ഈ കാണുന്ന രീതിയിൽ നല്ലൊരു തെങ്ങും തോപ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി പറമ്പാട്ടോ. പറമ്പ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ തരം മാറ്റിന്ന് പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം കയറുന്ന ഏരിയ തന്നെയാണ് കുറച്ച്, അതായത് ഈ ഒരു സ്ഥലം താഴ്ന്നു കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന വയലാണ്, വലത് ഭാഗത്ത് കാണുന്ന വയലാണ്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് മണ്ണിട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തരം മാറ്റിയ സ്ഥലമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മണ്ണിട്ട് പൊക്കാൻ പറ്റും. അപ്പോൾ മണ്ണിട്ട് ഒന്നുകൂടി പൊക്കി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സുഖസുന്ദരമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ള സ്ഥലമാണ്. അപ്പം കുറച്ച് ക്യാഷ് ഇറക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ ഈ സ്ഥലം എടുത്തിട്ട് കാര്യമുള്ളൂ. വീടൊക്കെ ഉണ്ടാക്കാനൊക്കെ അനുയോജ്യ സ്ഥലമാണ്. ഈ കാണുന്നൊക്കെ വീടാട്ടോ. ഈ കാണുന്ന ചുറ്റത്തൊക്കെ വീടാണ്. ഇതൊന്നും വലിയൊരു ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയ വീടാണ്. പുതിയ വീടാകുമ്പോൾ നമുക്കറിയാം, വെള്ളപ്പൊക്കം വരികയാണെങ്കിലും ഒരു പുതിയ വീടൊക്കെ അത്ര ആയിട്ട് നിർമ്മിക്കണമെങ്കിൽ കുറച്ച് ഇവിടെ ഒരു മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്കിവിടെ വീടുണ്ടാക്കാം, ബിൽഡിംഗ് ഉണ്ടാക്കാം. ബിൽഡിംഗ് സൈറ്റ് കൂടി കേട്ടോ. അത് ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിംഗ് സൈറ്റാണ്. മൊത്തം 2 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വില ഉണ്ട്. അപ്പോൾ ഇതൊരു മാന്യമായിട്ടുള്ള വിലക്ക് കിട്ടും. മാന്യമായിട്ടുള്ള വിലക്ക് കിട്ടാനുള്ള കാരണം ഇതാണ്. ഒന്ന്, അതിൻ്റെ അടിയാധാരത്തിൽ വയലാണ്. പിന്നെ അതുപോലെ തന്നെ ലേശം ഒന്ന് മണ്ണിട്ടിട്ടൊന്ന് ഉയർത്തണം. ഇപ്പോഴൊന്നും കുഴപ്പമില്ല. നല്ല മഴക്കാലം വന്നിട്ട് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ട് വിളിക്കുക. ഇതിൻ്റെ വില ഡീറ്റെയിലൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം.